നമ്മൾ എഫ് സി പിയിൽ നേരെ ഡാവിഞ്ചിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. മെയിനായിട്ട് നമ്മൾ ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് എഫ് സി പിനെ കൊണ്ട് ഒരുപാട് ബെറ്ററാണ് ഡാവിഞ്ചി ആയിട്ട് കളർ ഗ്രേഡിങ് വരുന്നത് അല്ലേ. ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഡാവിഞ്ചിയിലേക്ക് പോകാൻ വരുന്നത്. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാകും. മെയിനായിട്ട് നമുക്ക് വരുന്നത് മാഗ്നറ്റിക് ടൈം ലൈൻ എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് മാഗ്നറ്റിക് ടൈം ലൈൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും വീഡിയോ അടിച്ച് കേട്ടോ. എഫ് സി പി എന്ന് ഡാവിഞ്ചിയിലേക്ക് മാറുമ്പോഴുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇതേപോലെ ജമ്പ് ചെയ്ത് കിട്ടും. ഇനി അങ്ങനെയല്ല, മുകളിലൊരു ടൈം ലൈനിലേക്ക് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ, പിന്നെ മേലേക്ക് നമ്മൾ ടെക്സ്റ്റ് ഫയൽ, ഇതൊക്കെ ഈ ഒരു ക്ലിപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫയലായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഇതിൻ്റെ കൂടെ ഡ്രാഗ് ആയിട്ട് പോകും. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ടൈം ലൈൻ എന്നുള്ളതുകൊണ്ട് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ ഒരു സംഭവം നമുക്ക് എഫ് സി പി നിന്ന് ഡാവിഞ്ചിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷനാണ്. ടൈം ലൈൻ മൊത്തം ഈ കോളമാകുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ ഈ ഒരു പ്രശ്നം തീർക്കാനും അതുപോലെ കുറച്ച് ടൈം ലൈൻ ടിപ്സും ഡാവിഞ്ചിയിലുള്ളത് പറഞ്ഞുതരാം. നമുക്ക് ഡാവിഞ്ചിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്കൂൾ VFX സ്റ്റുഡിയോ. ഇപ്പോൾ നമ്മൾ ഡാവിഞ്ചി ഓപ്പൺ ചെയ്ത സമയത്ത് ഇതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ക്ലിപ്പുകൾ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ അടുത്തൊരു ക്ലിപ്പും ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു എന്ന് കരുതുക. ഈ രണ്ട് ക്ലിപ്പുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടേക്ക് ജമ്പ് ചെയ്ത് ഒട്ടില്ല. അതിന് പറഞ്ഞ് ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടേക്ക് ഒട്ടിച്ച് വെക്കണം. അത് തന്നെ ഇവിടെ സ്നാപ്പ് ഓഫ് ആണെങ്കിൽ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതേപോലെ കീറിപ്പോകും, കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. പിന്നെ റിട്ടേൺ തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് തിരിച്ച് വലിച്ചു കഴിഞ്ഞാലും അവിടെ കട്ടായി പോയിട്ടുണ്ടാകും. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്നാപ്പ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് അവിടെ കിട്ടുന്നതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് സേഫാക്കി കൊണ്ടുവരാം. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കട്ട് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, തൊട്ടിപ്പുറമായിട്ട് കട്ട് എന്ന് പറഞ്ഞൊരു പേജ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഇത്തിരി കട്ട് ചെയ്ത് ഇവിടുന്ന് ഡിലീറ്റ് അടിക്കാമെന്ന് കരുതാം. ഞാനിവിടെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ ഡിലീറ്റ് അടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുന്ന ടൂൾ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു കട്ടിങ് ടൂൾ ഇത് ഇവിടെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുന്ന് ജമ്പ് ചെയ്തോട്ടും അതേപോലെ ഇത് ബാക്കോട്ടേക്ക് കൊണ്ട് വിട്ട് കഴിഞ്ഞാലും അവിടേക്ക് തന്നെ ജമ്പ് ചെയ്ത് വന്ന് ഒട്ടി നിൽക്കും. അതായത് മാഗ്നറ്റിക് ടൈം ലൈൻ്റെ ഒരു ഫീല് നമുക്ക് ഈ കട്ട് പേജിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ കട്ട് പേജിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഒരു സുഖമില്ലാത്തൊരു പരിപാടിയാണല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടേക്ക് ഒരു ക്ലിപ്പ് കൂടി ഞാൻ ട്രാക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ഇവിടെ ജമ്പായിട്ട് ഒട്ടി നിൽക്കും. ഈ ഒരു ടൈം ലൈൻ എന്നുള്ള കൺസെപ്റ്റ്, ഈ ഒരു മാഗ്നറ്റിക് ടൈം ലൈനുള്ള കൺസെപ്റ്റ് നമുക്കിവിടെ കിട്ടുമെങ്കിലും കൂടെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നേരെ നമുക്ക് ടൈം ലൈൻ്റെ അകത്തേക്ക് തന്നെ പോകാം. തിരിച്ച് ടൈം ലൈനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എഡിറ്റിംഗ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടേക്ക് ജമ്പ് ചെയ്ത് വരണമെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഗ്യാപ്പ് സെലക്റ്റഡ് ആവും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിപ്പിൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം റിപ്പിളായിട്ട് ഡിലീറ്റ് ആയിട്ട് അവിടേക്ക് എന്താ പറയുക, ആ ഗ്യാപ്പ് ഫില്ലായിട്ട് വരും. ഇവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. അതിനുവേണ്ടി കമാൻഡ് ഓപ്ഷൻ K, ഇല്ലെങ്കിൽ വിൻഡോസിലാണെങ്കിൽ Ctrl+Alt+K ആയിരിക്കും ഇവിടെ. അതുപോലെ തന്നെ ഈ ഡാവിഞ്ചിയുടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ കീബോർഡ് കസ്റ്റമൈസേഷൻ എന്ന് കാണാൻ പറ്റും, അത് ഓൺ ചെയ്താലും മതി കേട്ടോ. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. എങ്ങനെ സെർച്ച് ചെയ്യാം? റിപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിപ്പിൾ കാണാൻ പറ്റും. അതിനകത്ത് എഡിറ്റിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പിൾ ഡിലീറ്റ് എന്ന് കാണാൻ പറ്റും. ഈ റിപ്പിൾ ഡിലീറ്റിൻ്റെ അകത്ത് ഞാൻ D എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഇവിടേക്ക് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വെറുതെ ഇവിടെ ഇങ്ങനെ പ്ലസ് കണ്ടോ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതേപോലെ നമുക്ക് ഏതിലാണോ വേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം. ഇനി മുന്നോട്ടേക്ക് ഏത് ഷോർട്ട് കട്ട് മാറ്റണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് മാറ്റിയാൽ മതി. എന്നിട്ട് സേവ് കൊടുക്കുക, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് D അടിച്ച് കൊടുത്താൽ മതി കണ്ടോ. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലിപ്പിംഗ് കൂടെ ജമ്പ് ചെയ്ത് ഒട്ടാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് D അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് ലുക്ക് കിട്ടിയില്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഈസി വന്നു അല്ലേ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഈ എഡ്ജിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഗ്യാപ്പാണ് വരിക. പക്ഷേ നമുക്ക് എഫ് സി പിയിലാണെങ്കിലോ ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും അല്ലേ. കണ്ട ഇങ്ങനെ വന്ന് ഒട്ടി നിൽക്കും. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും വിടില്ല, ദൃഢമായ ബന്ധമാണ്. പക്ഷെ ഇവരങ്ങനെയല്ല, വേണമെങ്കിൽ പോന്നോളാം ഞാൻ പോവുകയാണെന്ന് പറയും, പിന്നെ നീ വേണമെങ്കിൽ പിന്നെ ഒന്നെന്ന് പറയും. പക്ഷേ ആ ഒരു ഓപ്ഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ തരാം, തൊട്ടിപ്പുറത്ത് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് T എന്നുള്ള ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. ടി ആണ് ഓൾറെഡി ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡ്ജിൽ പിടിച്ച് വലിച്ചു നോക്കിയേ കണ്ട, അവൻ ഇവൻ്റെ കൂടെ തന്നെ പോന്നു. അപ്പോൾ ആരായി, ഇവനും ചെറിയൊരു മാഗ്നറ്റിക് ടൈം ലൈനായി, ഇവനും ഒരു കുഞ്ഞ് FCP എഡിറ്റിംഗ് ടൈം ലൈനായി. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് രീതി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? നല്ല സുഖമുണ്ടല്ലേ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലിപ്പിനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, നേരത്തെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇവനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കൂടെ ഇവനും വരും. ഇപ്പോൾ വരുന്നില്ല അല്ലേ. അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ, മൊത്തം സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട ലെയറുകൾ മൊത്തം മേലോട്ടേക്കുള്ള ലെയറുകളാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിനുവേണ്ടി കൂടുതൽ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നോക്കുക. അപ്പോൾ ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഇപ്പോൾ മേലേക്കുള്ള ഈ ഒരു ക്ലിപ്പും കൂടെയാണ് അറ്റാച്ച് ചെയ്ത് വരേണ്ടത്. വേണ്ട ക്ലിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ, അവിടെ ഒരു ക്ലിപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിലോ ടൈറ്റിൽ വന്നു ഞാനൊരു ടെക്സ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ എപ്പോഴും വേണം, ഇപ്പം വിട്ടു പോകാൻ പാടില്ല. അതേപോലെ എനിക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു മ്യൂസിക്കും ഇതിൻ്റെ കൂടെ
വേണമെന്ന് കരുതുക. ഒരു മ്യൂസിക്കും ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇത് ഡബ്ബിംഗ് ആണെന്ന് തരിക, ഈ ക്ലിപ്പിൻ്റെ ഡബ്ബിംഗ് ആണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല, ഇവരെപ്പോഴും ഒരുമിച്ച് തന്നെ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്യുക, 3 വരെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലിങ്ക് ക്ലിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് എപ്പോഴും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് വെച്ചാൽ, നേരത്തെ നമ്മൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്തല്ലോ അതേപോലെ തന്നെ ആഡ് ചെയ്താൽ മതി. എന്താണ് ലിങ്ക് എന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലിങ്ക് ചെയ്യാൻ പോവാണ്. കമാൻഡ് ഓപ്ഷൻ G ആണ് ഞാനിവിടെ ലിങ്ക് കൊടുത്തത്. കണ്ടോ, ഇപ്പോൾ ലിങ്കിൻ്റെ ഓപ്ഷൻ ഇവിടെ ഒന്ന് കണ്ടോ, ലിങ്കായി വന്ന്. ഇനിയിപ്പോൾ അൺലിങ്ക് ചെയ്യണമെങ്കിലോ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അൺലിങ്കും ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലിങ്ക് ചെയ്യുക, അൺലിങ്ക് ചെയ്യുക. ഇനി ഓൾറെഡി ഇങ്ങനെ ലിങ്ക്ഡ് ആണെങ്കിൽ തന്നെ നമുക്കിവിടെ ഈ ലിങ്ക് ബട്ടൺ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ആളുകളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനും പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, അത് നമുക്കിവിടെ കറക്റ്റ് കാണിച്ചു തരും എത്ര ഫ്രെയിം മുന്നോട്ടേക്ക് തെറ്റിയിട്ടാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത്. ഇവർ തെറ്റിപ്പോയി എന്നുള്ള ഓഡിയോയും വീഡിയോയും തമ്മിൽ കാണിച്ചു തരും. ഓക്കെ അല്ലേ, അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഒരു ലിങ്ക് ബട്ടൺ എപ്പോഴും ഓൺ ആക്കി ഇടാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ലിങ്ക് ഇതേപോലെ വർക്ക് ആവുള്ളൂ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ലൈനിൽ തന്നെ വരുന്ന കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ഓപ്ഷൻ ആണ് കോമ്പൗണ്ട് ക്ലിപ്പ് ക്രിയേറ്റിംഗില്ലേ. ഇത് ഇവരെല്ലാവരും ഒന്നായി, ഇവരെ വർക്ക് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പിനെ ആഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഒരൊറ്റ കോമ്പൗണ്ട് ക്ലിപ്പായിട്ട് ഇത് മാറും. ഇവിടെ പ്രശ്നമില്ല, ഇതേ രീതി തന്നെയാണ് നമുക്ക് ഡാവിഞ്ചിയിൽ വരുന്നത്. പക്ഷേ ഇതിന് തന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും റീഎഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവന് ഓപ്പൺ ആയിട്ട് വരും അല്ലേ. ഇനി തിരിച്ച് ബാക്കോട്ടേക്ക് പോകണമെങ്കിലോ അതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സിംഗിൾ ക്ലിപ്പിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ ഇതേപോലെ. പക്ഷേ നമ്മൾ ഡാവിഞ്ചി ഓൺ ചെയ്യുകയാണെങ്കിൽ ഡാവിഞ്ചിൻ്റെ അകത്ത് ഇതേപോലെ നമ്മളെല്ലാവരും സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ്, സെയിം പേര് തന്നെയാണ്. അതേപോലെ ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് ആഡ് ചെയ്തു. ക്ലിപ്പിന് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ നമ്മുടെ പേര് കൊടുക്കാം കേട്ടോ, ക്യൂ എന്നുള്ള പേര് കൊടുത്ത് ഞാനിവിടെ ആഡ് ചെയ്തു. ഇപ്പം ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ മുകളിലായിട്ട് വരിക, ഓപ്പൺ ഇൻ ടൈം ലൈൻ കാണാൻ പറ്റും. ഓപ്പൺ ഇൻ ടൈം ലൈൻ, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കമാൻഡ് ഓപ്ഷന് T ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇഷ്ടമുള്ള ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഇതിനെ ഒന്ന് റീ എഡിറ്റ് ചെയ്തു, ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ T പ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വീണ്ടും റീ എഡിറ്റ് ചെയ്തു. എനിക്ക് തിരിച്ച് ബാക്കോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒന്നും ഓപ്ഷൻ കാണില്ല. അതിന് എന്ത് ചെയ്യേണ്ടതോ, ഇവിടെ സെലക്ട് ടൈം ലൈൻ എന്ന് കണ്ടോ, ഈ ടൈം ലൈനിൽ വന്ന് ടൈം ലൈൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പഴയ പോലെ വീണ്ടും ബാക്കോട്ട് തന്നെ വരും. ഇനി ഉള്ളിലോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിൽ വരിക, എന്താണ് എഡിറ്റ് ഇൻ ടൈം ലൈൻ കേട്ടോ, എഡിറ്റ് ഇൻ ടൈം ലൈൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞ് ടിപ്പ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ്. നമ്മളിപ്പോൾ ഈ ഒരു പ്ലേ ഹെഡർ വെച്ചതിൻ്റെ റൈറ്റിലേക്കുള്ള മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ മൗസ് കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പേര് മുകളിൽ വിട്ടുപോയില്ലേ. അപ്പോൾ എന്താവും, ഇത് ഭയങ്കര ചൊറയാണ്, സെലക്ട് ആയോ ഇല്ലേ മനസ്സിലാവില്ല, നീക്കി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് നീക്കി വെച്ച് അവിടേക്ക് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാനൊക്കെ ആയിരിക്കും മിക്കവാറില്ലേ. നമുക്ക് ജസ്റ്റ് ഈ ക്ലിപ്പിനെ മുന്നോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ T പ്രസ് ചെയ്തിട്ട് ഇതേപോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ഈ ഗ്യാപ്പിൽ, ഈ പ്ലേ ഹെഡർ ഇരിക്കുന്ന ഗ്യാപ്പിൽ വേറെ ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഓപ്ഷൻ വൈ, വിൻഡോസിലാകുമ്പോൾ ആൾട്ട് വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേ ഹെഡർ ഇരിക്കുന്ന ക്ലിപ്പും അതിൻ്റെ മുന്നോട്ടേക്കുള്ള ക്ലിപ്പും സെലക്ട് ആയി കണ്ടോ. ഇനി മേലോട്ടേക്ക് ക്ലിപ്പായി സെലക്ട് ആയോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം. പക്ഷേ ഇതേപോലെ കട്ട് ചെയ്യാത്ത ക്ലിപ്പുകളാണെങ്കിൽ അത് മൊത്തത്തിൽ സെലക്ട് ആവട്ടെ. ഇനി നമുക്ക് ഇതിനെ ബാക്കോട്ട് സെലക്ട് ചെയ്യാനും മുന്നോട്ടേക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ പുതിയ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു മെനു ഓപ്പൺ ചെയ്യുക, കമാൻഡ് ഓപ്ഷൻ K, ആൾട്ട് കൺട്രോൾ K. ഓക്കെ അല്ലേ, അത് ഓപ്പൺ ചെയ്ത ശേഷം സെലക്ട് ക്ലിപ്പ് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് ക്ലിപ്പ് ബാക്ക്വേഡ്, സെലക്ട് ക്ലിപ്പ് ഫോർവേഡ് ഓൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഏതാണോ അത് ആഡ് ചെയ്യാം. ഇത് ഒരു ഓൾ ട്രാക്ക് ആണെങ്കിൽ ഇതേപോലെ ഓപ്ഷൻ വൈ ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അതേപോലെ ഒരു ട്രാക്ക് ആണെങ്കിൽ വൈ മാത്രമാണ്. അതുപോലെ ബാക്കോട്ട് ആണെങ്കിൽ കൺട്രോൾ വൈയും കമാൻഡ് വൈയും ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിക്കട്ടെ. ഇപ്പോൾ ഇതേപോലെ മുന്നോട്ടേക്കാണ് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടോ, വൈ പ്രസ് ചെയ്താൽ ആ ഒരു ട്രാക്ക് മാത്രം സെലക്റ്റഡ് ആയി. ഓക്കെ അല്ലേ. ഇനി ഇതിന് പകരം മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ വൈ, ആൾട്ട് വൈ, കണ്ടോ, ഈ ക്ലിപ്പിലേക്ക് കൂടെ ഈ പ്ലേ ഹെഡർ കിടക്കുന്നതാണ് ഇതുകൂടെ സെലക്ട് ആയി കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നീക്കി വെച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇനി ബാക്ക്വേഡ് ആണെങ്കിൽ നേരത്തെ നമ്മളെന്താ പറഞ്ഞാൽ കൺട്രോൾ വൈ അല്ലേ, കൺട്രോൾ വൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് സെലക്ട് ആവും. കമാൻഡ് വൈ ആണെങ്കിൽ സെലക്ട് ഓൾ ട്രാക്ക് ബാക്ക്വേഡ്. ഇതേപോലെ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്തേക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആയൊരു ടൂളാണ്. എന്തായാലും ഷോർട്ട് കട്ട് മാറ്റി വെച്ച് യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് ഡാവിഞ്ചിൻ്റെ അകത്ത് FCBയുടെ അതേ ഷോർട്ട് കട്ട് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമാൻഡ് ഓപ്ഷൻ K, എന്നിട്ട് നേരെ ഇവിടെ ഒരു 3 ഡോട്ടിന് തൊട്ടിപ്പുറമായിട്ട് അയക്കുന്നുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പിൾ ഫൈനൽ കട്ട് പ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ അതേപോലെ അവിഡ് മീഡിയ കമ്പോസർ, പ്രീമിയർ, ഡാവിഞ്ചിൻ്റെ തന്നെ വേണമെങ്കിൽ ഡാവിഞ്ചി തന്നെ, പ്രോ ടൂൾസിൻ്റെ വേണം പ്രോ ടൂൾസ്, അങ്ങനെ എല്ലാ ഷോർട്ട് കട്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പുറമെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അതിനെ ഇവിടുന്ന് സേവ് ആസ് ന്യൂ പ്രീസെറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ പേരിട്ടിട്ട് പ്രീസെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം, വെബ്സൈറ്റ്, ഫേസ്ബുക്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് പഠിക്കാനാണെങ്കിൽ ടെലഗ്രാമിലും വെബ്സൈറ്റിലും കയറി കഴിഞ്ഞാൽ അതിൻ്റേതായ ഓരോ പേജുകൾ ഡാവിഞ്ചി FCP എന്ന് പറഞ്ഞാൽ ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.